ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു റോസ് ഗാലറീസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ക്രോഷിങ്ങിലെ ബേസിക് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട് ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്, അതുപോലെ സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻ സ്റ്റിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, സ്ലിപ്പ് നോട്ടും ഉണ്ട്, സ്ലിപ്പ് സ്റ്റിച്ചും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് സ്ലിപ്പ് നോട്ട് ആൻഡ് സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും. അപ്പം ഇത് രണ്ടും നിങ്ങൾ അത്യാവശ്യം പഠിച്ചു വെക്കുകയാണെങ്കിൽ ക്രോഷേ ചെയ്യാൻ അത്ര പൂതിയുള്ളവർക്ക് കുറേ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. ട്രസ്റ്റ് മീ, ഇത് സത്യമാണ്. കാരണം ഞാൻ എല്ലാ പ്രോജക്ട്സിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചുമാണ്. ഞാൻ എന്തൊക്കെ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെന്ന് അവസാനം കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കിതാ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വുളൻ യാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇഫ് യു ആർ യൂസിങ് വുളൻ യാൻസ്, നമുക്ക് റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഹുക്ക് സൈസ് അതിൽ എഴുതിയിട്ടുണ്ടാകത്തില്ല. ഈ അക്രിലിക് യാൻസിലെ പോലെ അക്രിലിക് യാൻസിലാണെങ്കിൽ അവർ എഴുതിയിട്ടുണ്ടാകും ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അല്ലാതെ വുളൻ യാൻസിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാകത്തില്ല. സോ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഏതൊക്കെ ഹുക്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഹുക്സ് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ്. ഓൾറെഡി ലിങ്കൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. വാങ്ങാൻ ആഗ്രഹമുള്ളവർ വാങ്ങുക. അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് വന്നിട്ടുള്ളത് 4 mm ഹുക്കാണ്. എൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിട്ടുള്ളത് 4 mm ആണ്. പിന്നെ വരുന്നതാണ് 3.5 mm. അതും അത്യാവശ്യം 4ൻ്റെ അടുത്തൊക്കെ വരും, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ആ ഒരു 4 റേഞ്ചിൽ തന്നെയാണ്, 4.5 mm. അപ്പം നമുക്ക് ഈ വുളൻ യാൻസിന് ഈ 3 ഏത് വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് 4 mm യൂസ് ചെയ്യുന്നതായിരിക്കും വുളൻ യാൻസിൻ്റെ കൂട്ടത്തിൽ. ഞാൻ യൂസ് ചെയ്യുന്ന വുളൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്വാളാണ്. അത്യാവശ്യം നല്ല യാണാണ് അവർക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാ ഈ വുളൻ യാൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കെട്ടൊക്കെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പ്രശ്നവും ഓസ്വാളിനൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്ട്സ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കളറിൽ വരുന്ന യാൺ ഇപ്പോൾ തീർന്നു പോയാലും വാങ്ങാനൊക്കെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനൊക്കെ കിട്ടുവേ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നതാണ് സ്ലിപ്പ് നോട്ട്. ഇതേപോലെ നമ്മുടെ ഇൻഡെക്സ്, അതായത് നമ്മുടെ ഇൻഡെക്സ് അല്ല, പോയിൻറ്റിങ് ഫിംഗറിൽ എക്സ് ആകൃതിയിൽ ഇതിനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിന് ശേഷം ഫസ്റ്റ് ലൂപ്പിൻ്റെ അടിയിൽ കൂടി മറ്റേ ഒരു യാണിനെ വലിച്ചെടുക്കുക. സോ ഇതിൻ്റെ മേളിലൊരു കെട്ട് വരും. ഇതിനെ നമ്മൾ മലയാളത്തിൽ ഊരാക്കുടുക്കെന്നൊക്കെ വിളിക്കും. ഊരാൻ പറ്റുന്ന കുടുക്കോ അതിനെന്താണ്ട് ഒരു പേരുണ്ട്. കാരണം ഇങ്ങനെ പിടിച്ച് വലിച്ച് ആ കെട്ടങ്ങ് പൊക്കോളും. അതാണ് നമ്മളുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ചെയ്യാം. ഇതേപോലെ യാൺ ചെയ്ത് നമ്മളുടെ ഒരു ഫിംഗർ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഇതേപോലെ മേളിൽ കൂടെ വലിച്ച്, അതായത് ഈ ആദ്യത്തെ യാണിൻ്റെ അടിയിൽ കൂടെ മറ്റേ യാണിനെ വലിക്കുക. ഇനിയും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, നമ്മുടെ ആ ഒരു യാൺ ബോളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ വർക്കിംഗ് യാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ വർക്കിംഗ് യാണെന്ന് വിളിക്കും. മറ്റേതിനെ യാൺ ടെയിൽ എന്നും വിളിക്കും, അതായത് സൈഡിലുള്ളത്. ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ, അതായത് ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു യാണിനെ മേളിൽ കൂടെ വലിക്കുന്നതാണ് യാൺ ഓവർ. അതിൻ്റെ ശേഷം ആ വലിച്ചെടുത്ത യാണിനെ ഇവിടെ നമ്മളുടെ കയ്യിലുള്ള ലൂപ്പിൻ്റെ അടിയിൽ കൂടെ വലിച്ചെടുക്കുന്നതിനെയാണ് പുൾ ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയിൻസ് വേണമെങ്കിൽ നിങ്ങളുടെ ലൂപ്പ് ഒത്തിരി വലുതാകാൻ പാടില്ല, എന്നാൽ ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല. ഒരു മീഡിയമിലിരുന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയിൻസ് കിട്ടത്തുള്ളൂ. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ചെയിൻസ് കിട്ടും. അപ്പം ഇത്രയും നല്ലതായിട്ട് ചെയിൻസ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു മീഡിയം ലെവലിൽ വേണം. അപ്പം ഇനി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോജക്ട്സ് കാണിച്ചാൽ ഈ ഒരു ഹാർട്ട്, ഈ ഒരു പെൻസിൽ പൗച്ച്, അതുപോലെ തന്നെ ഈ ഒരു മണി പൗച്ച്, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അവൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇത് നല്ലോണം നമ്മളുടെ ബേസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഈ റിബൺ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ഒരു ജെല്ലി ഫിഷ്, ഇതൊരു കീഷെയിനാണ്, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു കോസ്റ്റർ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ ഭാഗത്താണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഒരു പാറ്റേൺ ആണ്, പക്ഷേ ചെയിൻ സ്റ്റിച്ച് അല്ല. അതിൻ്റെ അനിയനും സഹോദരിയുമായ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ അതൊക്കെയാണ്. അപ്പം ഈ ഒരു റിബണിൻ്റെ ഒരു ചെയിൻ, അതായത് നമ്മുടെ ഹുക്ക് നിങ്ങൾ കണ്ടോ, ഇത് നമ്മൾ 2 കമ്പൈൻ ചെയ്തിട്ട്, അതായത് 2 യാൺസ് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിപ്പം വുളൻ യാൺസ് മാത്രമല്ല ഏത് യാൺ വേണമെങ്കിലും കമ്പൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ അൺഡു ചെയ്യുവാണ് ചെയിൻ. ഇത് ഇപ്പോൾ നമുക്ക് ചെയിൻ ഒരു ഇത്തിരി കൂടി പോയാൽ നമുക്ക് വർക്കിംഗ് യാണില്ലേ, അതിനെ പിടിച്ച് വലിച്ചാൽ ഇതേപോലെ ചെയിൻ സ്റ്റിച്ചും സ്ലിപ്പ് നോട്ടും എല്ലാം ഏത് ക്രോഷ്യ ആണെങ്കിലും അത് അൺഡു ആയിക്കോളുവേ.
അപ്പോൾ എന്താ നമ്മളിവിടെ 2 യാൺസിനെയും കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും കളർ കോമ്പിനേഷൻ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 റാൻഡം ആയിട്ടുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇതേപോലെ വരണമെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ ഈ 2 നമ്മുടെ പോയിൻറ്റിങ് ഫിംഗറിലേക്ക് എക്സ് രീതിയിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ സാധാ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് അതേപോലെ ഇതിലും സ്ലിപ്പ് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഹുക്ക് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, കാരണം ഇത് ഇത്തിരി തിക്നെസ് കൂടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ 4.5 mm യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇതേപോലെ അതിൻ്റെ അടിയിൽ കൂടെ കയറി നമുക്ക് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ ഇതാ ഇതേപോലെ സ്ലിപ്പ് നോട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ യാൺ ഓവർ പുൾ ത്രൂ, ആ 2 എണ്ണത്തിലൂടെയാണ് നമ്മൾ യാൺ ഓവർ ചെയ്യേണ്ടത്. അങ്ങനെ പുൾ ത്രൂ ഇതാ ഇവിടെ നമുക്ക് ചെയിൻ ആയിട്ടുണ്ട്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ഇതാ ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തു പോകാവേ. അപ്പം ഇനിയും നിങ്ങൾക്ക് ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ട്, സിംഗിൾ ക്രോഷ്യ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പം ഇനി ഹുക്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഹുക്സും സ്റ്റിച്ച് മാർക്കറും നിറ്റിംഗ് നീഡിൽസും വരുന്നൊരു സെറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. വാങ്ങേണ്ടവരൊന്ന് വാങ്ങിച്ചാൽ മതി, കാരണം നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. 9 ഹുക്സൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതേപോലെ അതിനെ നമുക്ക് അൺഡു ചെയ്യാനുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.